തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. 32 കൂട്ടം നമസ്കാരങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പണ്ട് ആദ്യ കുർബാന സ്വീകരണത്തിന് മുമ്പ് കാര്യമായിട്ട് വായിച്ച് പഠിച്ചതാണ്. പിന്നെ കല്യാണത്തിന് മുമ്പ് വികാരിച്ചനൊക്കെ സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിൽ നമ്മൾ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട് നമസ്കാരങ്ങളെല്ലാം. പിന്നീട് നമ്മളതൊക്കെ സൗകര്യം പോലെ മറന്നുപോയി. അതിനകത്ത് 32 കൂട്ടം നമസ്കാരങ്ങളിൽ ഒന്നിൻ്റെ തലക്കെട്ടിൻ്റെ ആദ്യത്തെ വാക്ക് ഞാൻ പറയാം. ബാക്കി പൂരിപ്പിക്കാൻ പറ്റുമെന്ന് നോക്ക്. എന്തുമാത്രം ഉണ്ട് നമ്മുടെ കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവെന്ന് സ്വയം ചോദിക്കാൻ നല്ലതാണ്. ഒന്നാമത്തെ വാക്കിങ്ങനെയാണ്, ദൈവസന്നിധിയിൽ. ബാക്കി പൂരിപ്പിക്കാൻ പറ്റുമോ എന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ 2-3 നിമിഷങ്ങൾക്കുള്ളിൽ ശ്രമിച്ചു നോക്കാം. ദൈവസന്നിധിയിൽ. ബാക്കി ഇങ്ങനെയാണ്, ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങൾ 4. അതായത് ഈ പാപം ചെയ്തവന്മാർ കയറി വരാൻ നോക്കിയിരിക്കുകയാണ് ദൈവം പ്രതികാരം ചെയ്യാൻ വേണ്ടി. അങ്ങനത്തെ പാപങ്ങളുണ്ടെന്ന് സൂക്ഷിക്കണം. അതെങ്കിലും നമുക്കൊന്ന് ഒഴിവാക്കണം. ദൈവസന്നിധിയിൽ പ്രതികാരത്തിനായി ആവശ്യപ്പെടുന്ന പാപങ്ങൾ 4. അതിനകത്തൊരു 1-2 പാപങ്ങൾ. ഒന്ന്, ദരിദ്രരെയും വിധവകളെയും വേദനിപ്പിക്കുന്നത്. ആരുമില്ലാത്തവരെ നൊമ്പരപ്പെടുത്തിയാൽ കർത്താവ് ചോദിക്കാൻ ഇറങ്ങി വരും. രണ്ടാമത്തത്, നമ്മളൊക്കെ പെട്ടുപോകാൻ സാധ്യതയുള്ള പാപമാണത്, വേലക്കാർക്ക് കൂലി കൊടുക്കാത്തത്. പണിയെടുത്തിട്ട് കൂലി കൊടുത്തില്ലെങ്കിൽ അത് ലാഭമായെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കണേ, കർത്താവ് അവിടെ കൊട്ടേഷൻ കുറിച്ചു കഴിഞ്ഞു, നിനക്കെതിരെ ദൈവം പ്രതികാരം ചെയ്യാൻ ഇറങ്ങി വരും. ഇതിനോട് ചേർത്ത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ, അന്യൻ്റെ സമ്പത്ത് നമ്മുടെ വീട്ടിൽ കൊണ്ട് കയറ്റരുത്. ആരുടെയും കവർന്നെടുത്തത് വീട്ടിൽ കൊണ്ട് കയറ്റരുത്. ആർക്കും കൊടുക്കാനുള്ള പണം വീട്ടിൽ കൊണ്ട് കയറ്റരുത്. ആരുടെയും കണ്ണീര് കുതിർന്ന പണം വീട്ടിൽ കൊണ്ട് കയറ്റരുത്. അതിന്മേലൊക്കെ അത് അർഹതപ്പെട്ടവൻ്റെ നിലവിളി ഉണ്ടെന്ന് ഓർക്കണേ. ഇത് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭക്തരായ സ്ത്രീകളും കുട്ടികളും വിചാരിക്കും ഇതൊക്കെ അപ്പനെക്കുറിച്ചാണ്, ഞങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്ന് വിചാരിക്കുന്നുണ്ടാകും. കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക്, നിങ്ങൾ ഇത് കഴിയുമ്പോൾ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ അലമാര തുറന്ന് നോക്കണം, വാർഡ്രോബ് തുറന്ന് നോക്കണം. അവിടെ ഇങ്ങനെ അടുക്കടുക്കായിട്ട് സാരികൾ ഇരിപ്പുണ്ടായിരിക്കും, ചുരിദാർ ഇരിപ്പുണ്ടായിരിക്കും. കഴിഞ്ഞ 365 ദിവസമായിട്ട് ഉപയോഗിക്കാത്ത സാരി അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഓർക്കണേ, അതിന്മേൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത പാവങ്ങളുടെ നിലവിളിയുണ്ട്. ഇനി കുഞ്ഞുങ്ങളോട്, സ്കൂളിൽ കൊണ്ടുപോകുന്ന ടിഫിൻ, അതിൻ്റെ ബാക്കി വരുന്ന ചോറ് ഒരു മടിയും കൂടാതെ വേസ്റ്റ് ബിന്നിലേക്ക് തട്ടിക്കുടഞ്ഞിടുമ്പം ഓർക്കണം മക്കളെ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ കണ്ണീര് വാർക്കുന്ന കുഞ്ഞുങ്ങൾ ഇന്നും ലോകത്തിലുണ്ട്. പാവപ്പെട്ടവൻ്റെ നിലവിളി നമ്മുടെ വീട്ടിൽ മുഴങ്ങരുത്. അതുകൊണ്ട് നിനക്കാവശ്യമുള്ളവ നീ ഉപയോഗിക്കുക, അന്യൻ്റെത് കവർന്നെടുക്കാതിരിക്കുക, വീട്ടിൽ പൂഴ്ത്തി വയ്ക്കാതിരിക്കുക, ഉള്ളത് പങ്കുവയ്ക്കുക. അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം പ്രതികാരം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരും. അത് കത്തോലിക്ക സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്നോർക്കണം. ആമേൻ.